തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ്. കുഞ്ഞിന്റെ മാതാവിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. വീട്ടിലെത്തിയാണ് കൈക്കൂലി ആരോപണം ഉൾപ്പെടെ ചോദിച്ചറിയുന്നത്. മേഘന മുരളി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന, മൊഴിയെടുപ്പിലേക്ക് ഇപ്പോൾ പോലീസ് എത്തുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിലാണ് നെടുമങ്ങാട് പോലീസ് മുന്നേ തന്നെ കേസെടുത്തത്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ മണലിയിലെ രഞ്ജനിയുടെ മാതാവിന്റെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കൈക്കൂലി ആരോപണം അടക്കം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതുപോലെ ഈ ഡോക്ടർ പലതവണയായി കൈക്കൂലി വാങ്ങി, കൂടാതെ 11 മണിക്കൂർ കാലതാമസം ഉണ്ടാകിയതടക്കമുള്ള കാരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസം 24 നടത്തിയ പ്രതികരണത്തിലും ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഡോക്ടറിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ കൂടിയാണ് പോലീസ് ചോദിച്ചറിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കൈക്കൂലി ആരോപണമടക്കം ഈ കുടുംബം വീണ്ടും പോലീസിനോട് ആവർത്തിക്കുന്നുണ്ട്, ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് വീട്ടിലെത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. അതിൽ ഈ അന്വേഷണ റിപ്പോർട്ടടക്കം ഈ കേസിലെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഗുരുതര വീഴ്ചയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനിരിക്കുന്നു. അതും ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാകും. എന്തായാലും ഈ മണലിയിലെ വീട്ടിലെത്തിയാണ് നെടുമങ്ങാട് പോലീസ് ഇപ്പോൾ അമ്മ രഞ്ജനയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമ്മ ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും വീട്ടിലെത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.